പഠനത്തോടൊപ്പം തൊഴിലും വരുമാനവും ഉറപ്പുവരുത്തുന്ന രീതിയിലാണ് ITഐകളിലെ പാഠ്യപദ്ധതി ക്രമീകരിച്ചിരിക്കുന്നതെന്ന് പട്ടികജാതി വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ പൊന്നാനി ITഐയുടെ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൗതിക സാഹചര്യം കൂടുതൽ മെച്ചപ്പെടുത്തി ആധുനിക തൊഴിലുകൾക്കൊപ്പം പാരമ്പര്യ കോഴ്സുകൾക്ക് മുൻതൂക്കം നൽകും. വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അറിവുകൾ നൽകുന്ന രീതിയിൽ സംവിധാനം ആധുനിക രീതിയിൽ ബഹിഷ്കരിക്കും. ആനുകൂല്യങ്ങൾക്ക് കാത്തുനിൽക്കാതെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകി ഓരോ മനുഷ്യനെയും സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നമ്മുടെ സംസ്ഥാനത്ത് പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ 44 ITഐകളാണ്. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ 2 ITഐകളുണ്ട്. ഈ ITഐകളെല്ലാം അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളായിട്ടാണ് ആരംഭിച്ചത്. പിന്നീട് അത് NCBT അംഗീകാരമുള്ള ട്രെയിനിങ് സെൻ്ററുകളാക്കി മാറ്റുകയാണ് ചെയ്തത്. പാരമ്പര്യമായിട്ടുള്ള പരിശീലന കേന്ദ്രങ്ങളിൽ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നിർവഹിക്കപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് പ്രയോജനമില്ല എന്ന് കണ്ടുകൊണ്ടാണ് 92 മുതൽ നമ്മുടെ ഈ പരിശീലന കേന്ദ്രങ്ങളെ ITCകളായിട്ട് മാറ്റാൻ തീരുമാനിച്ചത്. അതുകൊണ്ടും വേണ്ടത്ര പ്രയോജനം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടുകൊണ്ടാണ് 98 മുതൽ ITഐകളായിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചത്. ITഐകളാക്കി മാറ്റി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ പഴയ പോലെ പോരാ. പുതിയ സാഹചര്യത്തിൽ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മാറ്റണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മിക്കവാറും എല്ലാ ITഐകളിലെയും ഭൗതിക സാഹചര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. ഭൗതിക സാഹചര്യം മെച്ചപ്പെടുന്നതിനനുസരിച്ചുകൊണ്ട് അവിടെ വ്യത്യസ്ത കോഴ്സുകളും ആരംഭിക്കണം. ഇപ്പം മാടായിൽ അവിടെ പെയിൻറ്റഡ് ജനറലും അതുപോലെ തന്നെ മറ്റൊരു കോഴ്സും മാത്രമാണുള്ളത്. അതുപോലെ ഇവിടെ ഇലക്ട്രിഫിക്കേഷൻ്റെയാണ് അല്ലേ. ഈ 2 സ്ഥലത്തും 44 കുട്ടികൾക്കാണ് പ്രവേശനം കൊടുക്കുന്നത്. ഈ 2 കോഴ്സുകളിൽ കൂടി 44 കുട്ടികൾക്കാണ് 44 കുട്ടികൾ വീതമാണ് പരിശീലനം കൊടുക്കുന്നത്. 2.19 കോടി കിഫ്ബി ഫണ്ടിൽ നിന്നും ചിലവഴിച്ച് നിർമ്മിച്ച പൊന്നാനി ITഐയുടെ കെട്ടിടത്തിനോടൊപ്പം 3.10 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കണ്ണൂർ മടായി ITഐയുടെ കെട്ടിട ഉദ്ഘാടനവും ഓൺലൈനായി മന്ത്രി നിർവഹിച്ചു. ശിലാഫലകം മന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈഴവത്തിരുത്തി ITഐയിൽ നടന്ന ചടങ്ങിൽ P. നന്ദകുമാർ MLA അധ്യക്ഷനായി. എങ്ങനെ വിപുലീകരിക്കണം എന്നതിനെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പുതിയ ട്രേഡ് നമുക്ക് കിട്ടണം. അതോടൊപ്പം തന്നെ പുതിയ കാലഘട്ടത്തിനനുസൃതമായ രൂപത്തിലേക്കുള്ള പരിശീലന സൗകര്യങ്ങളും സ്കില്ലിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ നമുക്ക് ഇവിടെ നേടിയെടുക്കാൻ കഴിയും അതിനെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. തൊഴിൽ പരിശീലനം, തൊഴിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിന്നെ മറ്റ് സാങ്കേതികവും ശാസ്ത്രീയവുമായ പഠനം, നമുക്ക് തൊഴിൽ ചെയ്യാൻ കഴിയുമെന്ന് സ്ഥാപിച്ചെടുക്കൽ, അതോടൊപ്പം തന്നെ മറ്റൊരു തൊഴിലിലേക്ക് അടയ്ക്കൽ, അതിനൊക്കെയുള്ളൊരു കേന്ദ്രമായി ഇതിനെ മാറ്റുന്ന രൂപത്തിലേക്ക് നമുക്ക് കഴിയും. പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം, വൈസ് ചെയർപേഴ്സൺ ബിന്ദു സിദ്ധാർത്ഥൻ, പൊന്നാനി നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷരായ അജീന ജബ്ബാർ, OO ഷംസു, രജീഷ് ഉപ്പാല, T. മുഹമ്മദ് ബഷീർ, നഗരസഭാ പ്രതിനിധികൾ, മുൻ നഗരസഭാ ചെയർമാൻ CP മുഹമ്മദ് കുഞ്ഞി, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ മണികണ്ഠൻ, പൊന്നാനി നഗരസഭ പട്ടിക വികസന ഓഫീസർ റിയാസ്, ITഐ പ്രിൻസിപ്പൽ A. പ്രീത തുടങ്ങിയവർ പങ്കെടുത്തു. ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹ ഫാഷൻ. സൻഹ ഫാഷൻ, തിരൂർ.